how to form plurals in English. നമുക്ക് ഇതിൽ ഓരോ കാറ്റഗറിയിലും പ്ലൂറൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. റെഗുലർ നൗൺസിൽ നമ്മൾ മെത്തേഡ് പറയുന്ന റൂള് പറയുന്ന ആഡിങ് എസ് ആണ്. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് ആദ്യം എഴുതി വയ്ക്കാം. കാർ, CAR കാർ, ഫ്ലവർ, FLOWER ഫ്ലവർ, ഇനി ഹൗസ്. അപ്പോൾ ഇതിൽ പ്ലൂറൽ ഫോംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലൂറൽ ഫോംസിൽ കൺവേർട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ നൗൺസിൽ ആഡ് എസ്, നമ്മളിവിടെ ചെയ്യുന്നത് ആഡ് എസ്, അതായത് ഈ സിംഗുലർ നൗൺസിൻ്റെ കൂടെ എസ് എന്ന ലെറ്റർ ചേർത്ത് എഴുതാണ് ചെയ്യുന്നത്. സിംഗുലർ നൗൺസിൻ്റെ കൂടെ എസ് എന്നുള്ള ലെറ്റർ ചേർക്കുമ്പോൾ കാറിൻ്റെ കൂടെ കാസ്, ഫ്ലവറിൻ്റെ കൂടെ ഫ്ലവേഴ്സ്, ഹൗസിൻ്റെ കൂടെ എസ് ചേരുമ്പോൾ ഹൗസസ്, ഇങ്ങനെ കിട്ടുന്നു. ഇപ്പോൾ റെഗുലർ നൗൺസിൽ ജനറൽ റൂളാണ് ഇത്. എസ് ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള റൂളാണ്. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് സിംഗുലർ നൗൺസിനെ പ്ലൂറൽ ആക്കുമ്പോൾ അതിൽ ആഡ് എസ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. എസ് ആഡ് ചെയ്ത് ആ വേർഡ്സിൻ്റെ സിംഗുലർ നൗൺസിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പ്ലൂറൽ ഫോംസ് കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു റൂള്, സിംഗുലർ നൗൺസിന് സിംഗുലർ ഫോമിനെ പ്ലൂറൽ ആക്കാനായിട്ടുള്ള സെക്കൻഡ് റൂൾ എന്താണെന്ന് ചെക്ക് ചെയ്യാം. നൗൺസ് എൻഡിങ് ഇൻ എസ്, എക്സ്, CH, SH, Z. എസും എക്സും CH, SH, Z ഇത്രയും ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന നൗൺസ്, ഇത്രയും ലെറ്റേഴ്സ് എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഏത് ലെറ്റേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്, പ്ലൂറൽ ഫോം കിട്ടാനായിട്ട് ആ സിംഗുലർ ഫോമിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈ ലെറ്റേഴ്സ് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. ബസ്, എസ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അതുപോലെ ബെഞ്ച് എന്നുള്ളത് CH വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ചർച്ച് CH വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ ബ്രഷ് SH വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വേർഡ്സിൻ്റെ പ്ലൂറൽ ഫോം എങ്ങനെയാണ്, ഏത് ലെറ്റർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പ്ലൂറൽ ഫോം കിട്ടുന്നതെന്ന് നോക്കാം. SH, Z ഇത്രയും ലെറ്റേഴ്സ് വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സിൻ്റെ നൗൺസിൻ്റെ പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ES എന്നുള്ള ലെറ്റേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് ES ചേർത്തൊന്ന് എഴുതാം. ബസ് എന്നുള്ളതിൻ്റെ കൂടെ ES ആഡ് ചെയ്യുമ്പോൾ ബസ്സസ്, ബെഞ്ച് ES ആഡ് ചെയ്യുമ്പോൾ ബെഞ്ചസ്, ചർച്ച് ചർച്ചസ്, ബ്രഷസ്. അപ്പോൾ നമുക്കതിൻ്റെ പ്ലൂറൽ ഫോംസ് കിട്ടി. ഇവിടെ നൗൺസ് എൻഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും ലെറ്റേഴ്സ് വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ ബോക്സ്, ഇവിടെ എക്സ് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോക്സ് എന്നൊരു വേർഡ് വരുമായിരുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ പ്ലൂറൽ ഫോം ബോക്സസ് എന്ന് വരുമായിരുന്നു. ബോക്സിൻ്റെ കൂടെ ES ആഡ് ചെയ്ത് ബോക്സസ് എന്ന് വരുമായിരുന്നു. അപ്പോൾ നമുക്ക് പ്ലൂറൽ ഫോംസിൽ നമ്മൾ ഇത്രയും ലെറ്റേഴ്സ് വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സിൻ്റെ പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ES എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യണം. ഇനി ഇതിൽ തന്നെ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നത്, ES ആഡ് ചെയ്യുന്നത് ഇത്രയും ലെറ്റേഴ്സ് വെച്ച് അവസാനിക്കുന്ന, അതായത് ഈ ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ കൂടെ മാത്രമാണോ ES ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ നമുക്കത് എന്താണെന്നും കൂടെ ഒന്ന് നോക്കാം. നൗൺസ് എൻഡിങ് ഇൻ O എന്ന ലെറ്ററിൽ എൻഡ് ചെയ്യുന്ന, അതായത് O എന്നുള്ള ലെറ്ററിൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ കൂടെ നമ്മൾ അതിനെ പ്ലൂറലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ES ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ പൊട്ടാറ്റോ, ടൊമാറ്റോ, രണ്ടും O വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ O വെച്ച് എൻഡ് ചെയ്യുന്ന ഈ വേർഡ്സിനെ നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആഡ് ES തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ES എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എൻഡിങ് ഇൻ O, ദ ലെറ്റർ O, ഓയിൽ വെച്ച് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ES ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമുക്കത് നോക്കാം. പൊട്ടാറ്റോസ്, ടൊമാറ്റോസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷൻ നോക്കാം. നൗൺസ് എൻഡിങ് ഇൻ കൺസണൻറ്റ് പ്ലസ് വൈ. കൺസണൻറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പം വവൽസ് അല്ല. ഇപ്പോൾ AEIOU എന്നുള്ള ലെറ്റേഴ്സ് അല്ലാതെ വരുന്ന ബാക്കി ആൽഫബറ്റ് എല്ലാം കൺസണൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നൗൺസ് എൻഡിങ് ഇൻ കൺസണൻറ്റ് പ്ലസ് വൈ. അപ്പോൾ കൺസണൻറ്റും വൈയും വരുന്ന വേർഡ്സ് ഏതാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കൺസണൻറ്റും വൈയും വരുന്ന വേർഡ്സിൽ എങ്ങനെയാണ് അത് പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ബേബി, ഫാമിലി, ബേബി ഫാമിലി, ബുള്ളി. അപ്പോൾ ഇതെല്ലാം കൺസണൻറ്റ് കഴിഞ്ഞിട്ടാണ് വൈ എന്നുള്ള ലെറ്റർ അല്ലേ. എൻഡിങ് ഇൻ കൺസണൻറ്റ് പ്ലസ് വൈ, അതായത് എൻഡ് ചെയ്യുമ്പോൾ ഒരു കൺസണൻറ്റും വേണം, അതിൻ്റെ അടുത്തൊരു വൈ എന്നുള്ള ലെറ്ററും വേണം. അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന വൈക്ക് തൊട്ട് മുൻപേ ഒരു കൺസണൻറ്റ് ലെറ്റർ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് IES. ആഡ് ചെയ്യുന്നത് IES എന്നുള്ള 3 ലെറ്റേഴ്സാണ്. IES എന്നുള്ള 3 ലെറ്റേഴ്സാണ് നമ്മൾ ഇതിനെ പ്ലൂറലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇതിനെ പ്ലൂറലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ IES ചേർക്കണം. പക്ഷെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടത് ഏതാണെന്നറിയോ? നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു ലെറ്റർ ഉണ്ട്. ഡ്രോപ്പ് ദ ലെറ്റർ വൈ. വൈ എന്നുള്ള ലെറ്ററിനെ ഡ്രോപ്പ് ചെയ്തിട്ട് അതിന് പകരം IES ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടതിൽ ഒന്നും ഡ്രോപ്പ് ചെയ്തിരുന്നില്ല. ഡ്രോപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. അതായത് വൈ എന്നുള്ള ലെറ്ററിൽ അവസാനിക്കുന്നതും വൈക്ക് തൊട്ട് മുന്നേ ഒരു കൺസണൻ്റ് ഉള്ളതുമായ വേർഡ്സിനെ നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ ഏത് ലെറ്റേഴ്സാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് നോക്കിയത്. ആഡ് ചെയ്യേണ്ടത് IES എന്നുള്ള ലെറ്റേഴ്സാണ്. ബട്ട് വൺ കണ്ടീഷൻ ഈസ് ദ ഡ്രോപ്പ് ദ ലെറ്റർ വൈ. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് വൈ വി ഹാവ് ടു റൈറ്റ് ഹിയർ IES. വൈ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് എഴുതുന്നുണ്ട്? IES ചേർത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേബി എന്നുള്ളതിൽ വൈ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ വൈ ഇവിടെ വേണ്ട, IES ചേർത്തു, ബേബീസ്. പ്ലൂറൽ ഫോം കിട്ടി. ഇനി ഫാമിലി. ഫാമിലി അതുപോലെ തന്നെ വൈ ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് വൈക്ക് പകരം നമ്മൾ IES ചേർത്ത് ഫാമിലീസ്. നെക്സ്റ്റ് ബുള്ളി. ബുള്ളി എന്നുള്ളതും വൈ ഡ്രോപ്പ് ചെയ്ത് അതിന് പകരം IES ചേർത്ത് ബുള്ളീസ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിലുള്ളത് സിംഗുലർ ഫോമും ഇവിടെയുള്ളത് പ്ലൂറലുമാണ്. ഫസ്റ്റ് നമ്മൾ എഴുതിയത് സിംഗുലർ ആണ്. സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ എഴുതിയത് പ്ലൂറൽ ഫോംസ് ആണ്. സിംഗുലർ, പ്ലൂറൽ. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഏതാണ്? നൗൺസ് എൻഡിങ് ഇൻ കൺസണൻറ്റ് പ്ലസ് വൈ. കൺസണൻറ്റും വൈയും വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നൗൺസ് എൻഡിങ് ഇൻ വവൽ പ്ലസ് വൈ. അപ്പോൾ എല്ലാ വൈ വെച്ച് എൻഡ് ചെയ്യുന്ന എല്ലാ വേർഡ്സിനും നമ്മൾ എന്തല്ല ചെയ്യുന്നത്? IES അല്ല ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് ഏതാ നോക്കാം. എൻഡിങ് ഇൻ വവൽ പ്ലസ് വൈ. അതായത് വൈ വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡിന് തൊട്ട് മുൻപ് വവലാണ് വന്നിരിക്കുന്നതെങ്കിൽ, വവൽ മീൻസ് AEIOU, ഇതിലേതെങ്കിലും ഒരു ലെറ്റേഴ്സാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. എങ്ങനെയാണ് പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബോയ്, കീ. അപ്പം നമുക്ക് വൈ എന്നുള്ളതിന് തൊട്ട് മുൻപ് വവൽസാണ് വന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അതിനെ പ്ലൂറലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ അത് പ്ലൂറലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് വൈ ഡ്രോപ്പ് ചെയ്യേണ്ട, വൈ മാറ്റണ്ട, വൈ മാറ്റാതെ തന്നെ അതിൻ്റെ കൂടെ ജനറൽ റൂളായ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റെഗുലർ നൗണിൽ ഫസ്റ്റ് ജനറൽ റൂൾ പറഞ്ഞു, ആഡ് എസ് എന്ന് പറഞ്ഞു. ഈ ആഡ് എസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് വൈ വെച്ച് എൻഡ് ചെയ്യുന്ന
വൈയിൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ വൈയുടെ തൊട്ട് മുൻപ് എ ഇ ഐ ഒ യു ഇതിലേതെങ്കിലും ലെറ്റേഴ്സ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എസ് ആണ് ചേർക്കേണ്ടത്, ഐ ഇ എസ് അല്ല. ഇവിടെ വൈയിൽ എൻഡ് ചെയ്യുന്നത് നമ്മൾ പ്ലൂറൽ ആക്കിയപ്പോൾ ഡ്രോപ്പ് ദ വൈ റൈറ്റ് ഐ ഇ എസ്, വൈ മാറ്റി നമ്മൾ അതിന് പകരം ഐ ഇ എസ് എഴുതി. അതിന് റീസൺ പറഞ്ഞത് വൈക്ക് തൊട്ട് മുൻപ് കൺസണൻ്റ് ആണ് വന്നത്, ഇവിടെ വൈക്ക് തൊട്ട് മുൻപ് വവലാണ് വന്നത്. അതുകൊണ്ട് വൈ ഡ്രോപ്പ് ചെയ്യേണ്ട, വൈ മാറ്റാതെ തന്നെ അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലൂറൽ ഫോം എഴുതുമ്പോൾ ബോയ് ബോയ്സ്, കീ കീസ്. നെക്സ്റ്റ് നൗൺസ് എൻഡിങ് ഇൻ എഫ്. നൗൺസ് എൻഡിങ് ഇൻ എഫ്. എഫ് വെച്ചിട്ട് അവസാനിക്കുന്ന നൗൺസിൽ നമ്മൾ എന്താണ് മാറ്റേണ്ടത്? അപ്പോൾ ഇവിടെ ആദ്യം എൻഡിങ് ഇൻ എഫ്, എഫ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർഡ്സ് എഴുതി നോക്കാം. എങ്ങനെയാണ് എഫിൽ വരുന്നത് എന്ന് നോക്കാം. ലീഫ്, സെൽഫ്, ലോഫ്. എഫ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന 3 വേർഡ്സ് എഴുതി. അതിനെ നമുക്ക് എങ്ങനെ പ്ലൂറലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അതിൽ എഫിന് പകരം ഇവിടെ എഫ് എന്നുള്ള ലെറ്ററിന് പകരം നമ്മൾ വി ഇ എസ് ആണ് ആഡ് ചെയ്യുന്നത്. വി ഇ എസ് ആണ് ആഡ് ചെയ്യുന്നത്. എഫ് മാറ്റിയിട്ട് അതിന് പകരം വി ഇ എസ് ആഡ് ചെയ്യുന്നു. എഫ് എന്നുള്ള ലെറ്റർ ഡ്രോപ്പ് ചെയ്ത് അതിന് പകരം വി ഇ എസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നൗൺസ് എൻഡിങ് ഇൻ എഫ് പ്ലൂറൽ ഫോമിലാവുമ്പോൾ ലീഫ് എന്നുള്ളത് എഫ് ഡ്രോപ്പ് ചെയ്തിട്ട് വി ഇ എസ് എഴുതുമ്പോൾ ലീവ്സ്. സെൽഫ് എന്നുള്ളത് എഫ് മാറ്റി സെൽസ്. ഇനി ലോഫ്, ലോഫ് എഫ് മാറ്റി വി ഇ എസ് ആഡ് ചെയ്യുമ്പോൾ ലോസ്. ഇതുപോലെ തന്നെയാണ് നൗൺസ് എൻഡിങ് ഇൻ എഫ് ഇ. എഫ് ഇ ഇതുപോലെ തന്നെയാണ്, നമ്മൾ വി ഇ എസ് ആണ് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് എഫ് മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ വി എഴുതുന്നു, പിന്നെ ആഡ് ഇ എസ് ആഡ് ചെയ്യുന്നു. എഫ് എന്നുള്ള ലെറ്റർ മാറ്റിയിട്ട് അതിന് പകരം വി എന്നുള്ള ലെറ്റർ ആക്കുന്നു. എഫിന് പകരം വി ആക്കുന്നു. അത് കഴിഞ്ഞ് ആഡ് ഇ എസ് ആഡ് ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ വി എസ് ഓർത്ത് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നൗൺസ് എൻഡിങ് ഇൻ എഫ് ഇ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർഡ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നൈഫ്, ലൈഫ്, വൈഫ് എല്ലാം എഫ് ഇ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അവിടെ ഇതുപോലെ തന്നെയാണ്. എഫ് ഇ ഇവിടെ എഫിന് പകരം വി ആക്കിയതിന് പോലെ ഇവിടെ എഫ് ഇക്ക് പകരം വി എന്നുള്ള ലെറ്റർ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ആഡ് ഇ എസ് എഫ് ഇ മാറ്റിയിട്ട് അതിന് പകരം വി എന്നുള്ള ലെറ്റർ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആഡ് ഇ എസ്. ഇൻ ടോട്ടൽ ആഡ് വി ഇ എസ് എന്നുള്ളതാണ് നമ്മൾ ടോട്ടൽ പറയുകയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. എഫ് ഇക്ക് പകരം വി ഇ എസ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഈസിയാണ്. എഫ് ഇ മാറ്റി വി ആക്കുന്നു, അതുകൂടെ അതിലൂടെ നമ്മൾ എക്സ്ട്രാ ഇ എസ് എന്നുള്ള ലെറ്റർ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ പ്ലൂറൽ ഫോംസ് നോക്കാം. നൈഫ്, എഫ് ഇ മാറ്റി നൈഫ്സ്, ലൈഫ്, ലൈവ്സ്, വൈഫ്, വൈഫ്സ്. ഇനി നമുക്ക് ഈ എഫ് ഓർ എഫ് ഇയിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഡാഫ് എന്നുള്ളത് എൻഡിങ് വിത്ത് എഫ് ആണ്. എഫ് വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. അത് നമ്മൾ ഡാഫ്സ് എന്ന് എഫിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യാറുണ്ട് പ്ലൂറൽ ഫോം. ഒരു എക്സെപ്ഷണൽ കേസാണ്. വി ഇ എസും ആഡ് ചെയ്യാറുണ്ട്. ഡാസ് എന്നും പറയാറുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ, അതായത് നമ്മൾ കൂടുതലായിട്ട് പ്ലൂറൽ ഫോം ഡാസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമുക്ക് ഡിപ്സ്, ഡിപ്സ്, അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഹാൻകർച്ചീഫ്,
ഹാൻഡ് കർച്ചീഫ്സ് എന്ന് വരുന്നുണ്ട്. അപ്പം നമ്മളത് ഒരു എക്സെപ്ഷണൽ കേസാണ്, എസ് ആണ് ആഡ് ചെയ്യാറുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ വേറൊരു വേർഡ് പറയുകയാണെങ്കിൽ റൂഫിന് നമ്മൾ റൂഫ്സ് എന്നാണ് പറയാറുള്ളത്. എഫിൻ്റെ കൂടെ എസ് ആണ് ആഡ് ചെയ്യാറുള്ളത്. പിന്നെ ചീഫ് എന്നുള്ളതും ചീഫ്സ് എന്നാണ് പ്ലൂറൽ ഫോംസിൽ കൊടുക്കാറുള്ളത്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതായത് ഈ വേർഡ്സ് ഇങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി വേറെ സിംഗുലർ ആൻഡ് പ്ലൂറലിൽ ഒരു എക്സെപ്ഷനും വരുന്നത് നമുക്കറിയാം, മാൻ എന്നുള്ളത് അതിൽ നമ്മൾ എസ്ഒ ഇഎസ്ഒ ഐഇഎസ്ഒ വിഇഎസ് ഒന്നും ആഡ് ചെയ്യാതെ മാൻ എന്നുള്ളത് പ്ലൂറൽ ഫോം മെന്നാണ്. വുമൺ പ്ലൂറൽ ഫോം വുമൺ. അവിടെ സ്പെല്ലിംഗ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അതിൽ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഈ ഒരു റൂട്ടായിരിക്കും ഓർത്ത് വയ്ക്കാനായിട്ട്. ഇനി അതുപോലെ വേറൊരു എക്സാമ്പിളാണ് ചൈൽഡ് സിംഗുലറാണ്, ചിൽഡ്രൻ പ്ലൂറലാണ്. ചിൽഡ്രൻ. ടൂത്ത് സിംഗുലറാണ്, ടീത്ത് പ്ലൂറലാണ്. അപ്പോൾ സിംഗുലർ ആൻഡ് പ്ലൂറലിൽ കുറച്ച് എക്സെപ്ഷൻ, ഇത് ഈ റൂൾസ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. സിംഗുലറിൽ മാൻ ആണ്, പ്ലൂറൽ ആണെങ്കിൽ മെൻ. സിംഗുലറിൽ വുമൺ, പ്ലൂറലിൽ വുമൺ. പ്രൊനൗൺസിയേഷൻ ഒരുപോലെ തന്നെയാണ്, പക്ഷേ സ്പെല്ലിങ്ങിന് ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ ചൈൽഡ്, ചിൽഡ്രൻ, ടൂത്ത്, ടീത്ത്. നമ്മളിവിടെ ഫസ്റ്റ് പറഞ്ഞത് സിംഗുലർ ആൻഡ് പ്ലൂറലിൽ ആദ്യം റെഗുലർ നൗൺസ് ജനറൽ റൂളിൽ പറയുന്ന ആഡിങ് എസ് ചേഞ്ച് ചെയ്യാൻ എസ് ആഡ് ചെയ്തിട്ട് കുറച്ച് വേർഡ്സിനെ എങ്ങനെയാണ് പ്ലൂറൽസ് ആക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷനിൽ എസ്, എക്സ്, സി എച്ച്, എസ് എച്ച്, സെറ്റ് ഇത്രയും ലെറ്റേഴ്സിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിൻ്റെ കൂടെ പ്ലൂറൽ ഫോം ആക്കാനായിട്ട് ഇ എസ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിലൊരു വേറൊരു ഇതും കൂടെ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞത് നൗൺസ് എൻഡിങ് ഇൻ ഓ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന 2 എക്സാമ്പിൾ പറഞ്ഞു. ഇ എസ് ആഡ് ചെയ്യുന്ന പ്ലൂറൽ ഫോം, ഇ എസ് ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ഫോം ആക്കുന്ന 2 വേർഡ്സ് പറഞ്ഞു. ഇനി നൗൺസ് എൻഡിങ് ഇൻ കൺസൊണൻറ്റ് പ്ലസ് വൈ, കൺസൊണൻറ്റും വൈയും ആയിട്ട് വരുമ്പോൾ, അതായത് വൈയിൽ അവസാനിക്കുന്നു, വൈക്ക് തൊട്ട് മുൻപ് കൺസൊണൻറ്റ് ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ കൂടെ വൈ ഒഴിവാക്കി അതിന് പകരം IES ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്ലൂറൽ ഫോംസ് കിട്ടുന്നു. ഇനി നൗൺസ് എൻഡിങ് ഇൻ വവൽ പ്ലസ് വൈ, വൈൻ്റെ തൊട്ട് മുൻപ് വവലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ IES ചേർക്കുക എന്നുള്ളതിന് പകരം ആഡ് എസ്, ജനറൽ റൂളായ എസ് എന്നുള്ളതാണ് ആഡ് ചെയ്യുന്നത്. ഇനി നൗൺസ് എൻഡിങ് ഇൻ F or FE ജനറലായിട്ട് പറയാവുന്നതാണ്, രണ്ടിനും സെയിം റൂളാണ്. ഡ്രോപ്പ് ദ ലെറ്റർ F or FE ആൻഡ് ആഡ് ദർ VES, എഫും FEയും മാറ്റിയിട്ട് അവിടെ VES ചേർത്ത് എഴുതുന്നു. ഓക്കെ, താങ്ക് യു.